ബാക്ക് ഓപ്പൺ ബ്ലൗസ് വർക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നത് നോക്കാം. ആദ്യം ചെയ്യുന്നത് ബ്ലൗസിലെ സ്ലീവ്സ് ആണ്. സ്ലീവിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് കൊടുത്ത് ആ റൗണ്ടിൻ്റെ നടുക്കായിട്ട് ഇതുപോലൊരു കുന്തൻ സ്റ്റോൺ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുന്തൻ സ്റ്റോണിന് ചുറ്റും ഗോൾഡൻ ഷുഗർ ബീഡാണ് കൊടുത്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയർ കൊടുത്തതുപോലെ തന്നെയാണ് സെക്കൻഡ് ലെയറും കൊടുക്കുന്നത്. ഷുഗർ ബീഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം തേർഡ് ലെയർ കൊടുക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ചെയിനാണ്. ആവശ്യമുള്ള സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഗ്ലൂ കൊണ്ട് അപ്ലൈ ചെയ്തെടുക്കാം. സ്റ്റോൺ ചെയിൻ ഇട്ട ഭാഗം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം വേണം അടുത്ത ലെയർ കൊടുക്കേണ്ടത്. അടുത്ത ലെയറും ഷുഗർ ബീഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഷുഗർ ബീഡ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നത് കുന്തൻ സ്റ്റോൺ ആണ്. കുന്തൻ സ്റ്റോൺ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുന്തൻ സ്റ്റോൺ ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം നെക്സ്റ്റ് ലെയർ കൊടുക്കുന്നത് ഇതുപോലത്തെ ബീഡ്സ് ആണ് കൊടുത്തെടുക്കുന്നത്. ഷുഗർ ബീഡിനേക്കാളും ശകലം കൂടെ വലിയ ബീഡാണിത്. ഈ ലെയർ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം നെക്സ്റ്റ് 2 ലെയറും ഷുഗർ ബീഡാണ് കൊടുത്തെടുക്കുന്നത്. ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചതുപോലെ 2 ലെയർ ചെയ്തെടുത്ത ശേഷം നെക്സ്റ്റ് ലെയർ വലിയ ബീഡ്സ് കൊടുത്താണ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചേക്കുന്ന 5th ലെയറിൽ കുന്തൻ സ്റ്റോണെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ സർദോസി ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. നമ്പർ 10 നീഡിലാണ് സർദോസിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഗോൾഡൻ സർദോസി ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്പർ 10 നീഡിൽ ഉപയോഗിച്ച് ഈ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. സെറി ത്രെഡ് 3 ലെയർ കൊടുത്തതിന് ശേഷം ബീഡ്സ് 3 ലെയർ ഇട്ട് സ്ലീവ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. സ്ലീവ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്ക് പോർഷൻ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ബാക്ക് ഓപ്പൺ ബ്ലൗസിന് എത്രയാണോ കഴുത്തിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്താണ് ചെയ്യുന്നത്. ഈ 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്ന ഭാഗത്തായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ബാക്കി പോർഷനിലായിട്ട് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ബീഡ്സും ഫ്രഞ്ച് നോട്ടും കൊടുത്താണ് ഈ നെക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. 1 ഇഞ്ച് എടുത്തേക്കുന്ന പാർട്ട് ആവശ്യമുള്ളതല്ല, അത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. 3 ലെയർ സെറി ത്രെഡാണ് ആദ്യം കൊടുത്തെടുക്കുന്നത്. സ്റ്റിച്ച് ഗ്യാപ്പിനുള്ളിൽ കയറാതെ നെക്ക് പോർഷൻ എവിടം വരെയാണോ മാർക്ക് ചെയ്തേക്കുന്നത് അവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇതുപോലെ 3 ലെയറും കംപ്ലീറ്റ് ചെയ്ത് പോവുക. 3 ലെയർ സെറിയിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം നെക്സ്റ്റ് ലെയർ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് മെറൂൺ ആണ് കൊടുക്കുന്നത്. ഈ മെറൂൺ ഷെയ്ഡ് സാരിയിലുള്ളത് കൊണ്ടാണ് ഈ മെറൂൺ ഷെയ്ഡ് കൊടുത്തെടുക്കുന്നത്. സിൽക്ക് ത്രെഡ് കൊടുത്ത് 2 ലെയർ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഷുഗർ ബീഡ് കൊടുത്തു എടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഇതുപോലത്തെ ബീഡ് ഉപയോഗിച്ച് ഗ്യാപ്പ് വിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ബീഡ്സ് ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഗ്യാപ്പിനുള്ളിലായിട്ട് ഫ്രഞ്ച് നോട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഫ്രഞ്ച് നോട്ട് കൊടുത്തതിന് താഴെയായിട്ട് വലിയ ബീഡും ചെറിയ ഒരു ഷുഗർ ബീഡും കൊടുത്ത് ഈ നെക്ക് പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം.